ഇപ്പോൾ എന്താണെന്നറിയില്ല, ഈ പച്ചക്കറിയൊക്കെ അരിയാൻ എനിക്ക് ചെറിയൊരു മടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം വൈകുന്നേരം ഈ കോവയ്ക്കൊക്കെ അരിഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിറ്റേ ദിവസം എടുത്ത് നമുക്ക് തോരൻ വയ്ക്കാമല്ലോ. അപ്പോഴാണ് അമ്മ പറയുന്നത് നമ്മുടെ കുമ്പളങ്ങ 2-3 എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം ഞങ്ങൾ പറിക്കാമെന്ന് വെച്ച് പോയിട്ടോ. ബാക്കി 2 എണ്ണം അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ പറിച്ച് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുകയാണേ. അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞിരിക്കാറ്. അമ്മയുടെ നടത്തമൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ റെഡി ആവാനുള്ള തിരക്കിലാണേ. അമ്മ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോകാൻ സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ചെറിയ ഫാനാണ്. നമ്മൾ അന്ന് കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു പവർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ചൂടത്ത് എനിക്ക് അവിടെ ഒട്ടും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു കുപ്പി വെള്ളവും ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായേ. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ പരിപാടി കഴിയുന്ന സമയം വരെ എനിക്ക് ആ ഫാനിൻ്റെ ചാർജ് കിട്ടിയിട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ ഉത്സവങ്ങൾക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഉത്സവങ്ങൾക്കൊക്കെ പോകുന്നത് തന്നെ, അതും രാത്രി സമയങ്ങളിൽ കൂടുതലും. പിന്നിലൂടെ പോകാൻ വഴിയൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലുമൊക്കെ വീട് കയറി പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻവശത്തൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തിയിട്ടോ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. പരിപാടി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തുടങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കണ്ടു വരുമ്പോഴേക്കും കുറേ ലേറ്റ് ആയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ സമയം 1 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത്. പിന്നെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോഴേക്കും ഒരു സമയമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.